കെ അനിൽകുമാർ CPM നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ആണ് ഷാഫി പറമ്പിൽ MP കുറിച്ച് അധിക്ഷേപ പരാമർശം നടത്തിയിട്ടുള്ളത്. സ്ത്രീകളെ കണ്ടുകഴിഞ്ഞാൽ ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കും, അതുപോലെ തന്നെ ഈ സ്ത്രീ വിഷയത്തിൽ കൂട്ടുകച്ചവടമാണ് രാഹുലിനും ഷാഫിക്കും എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ പറയുമ്പോൾ ഇത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് കൂടി അദ്ദേഹം പറയണ്ടേ? ഒരു MP അല്ലേ ഒന്നുമില്ലെങ്കിലും ഷാഫി പറമ്പിൽ? അല്ല, നമ്മള് വ്യക്തിപരമായിട്ട് കാര്യങ്ങളെ കാണേണ്ട കാര്യമില്ല. വിമർശനങ്ങൾക്കെല്ലാം രാഷ്ട്രീയ മാനങ്ങളാണ് ഉള്ളത്. ഇവര് തമ്മിലുള്ള അഭിജിത്തമായ രാഷ്ട്രീയ ബന്ധം നമ്മുടെ സമൂഹത്തിന് മുന്നിലുണ്ട്. ഇപ്രകാരം ഒരാള് പാലക്കാട്ടെ ജനങ്ങളുടെ മേലെ കെട്ടിവെക്കുമ്പോ അത്തരം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തന്റെ പിൻഗാമിയായി വാഴിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കും എന്ന് അറിയാത്ത ആളാണോ അവിടുത്തെ പഴയ MLA ഇപ്പോഴത്തെ MP-യുമായ വ്യക്തി? അല്ല, അപ്പോൾ രാഹുലുമായി ബന്ധമുള്ളവരെല്ലാം ഈ തരത്തിലുള്ളവരാണ് എന്നാണോ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ആകെ പറഞ്ഞൊരു കാര്യം, പാലക്കാട്ടെ ജനങ്ങൾക്ക് ഇത്തരത്തിലൊരാളെയാണോ പിൻഗാമിയായി കൊടുക്കേണ്ടിയിരുന്നത്? ഇത്തരം തെറ്റായ കാര്യങ്ങളെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അടുത്ത് ഇക്കാര്യങ്ങൾ ആദ്യമായി വെളിപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവിനെ പ്രതിനിധ്യമായി കാണുന്ന മാധ്യമ പ്രവർത്തകയും സിനിമാ നടിയും ആൻ ജോർജ് വെളിപ്പെടുത്തി കണ്ടില്ലേ? വെളിപ്പെടുത്തിയത് എന്താണ്? 3 കൊല്ലം മുമ്പ് തന്നെ അവർക്കുണ്ടായ അനുഭവം വെളിപ്പെടുത്തി. അതിവരാരും അറിയാത്തവരാണോ? ഈ കാര്യം ഷാഫി പറമ്പിലിനോട് സംസാരിച്ചിരുന്നു എന്ന കാര്യവും ആളുകൾ അറിഞ്ഞ് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ള വസ്തുതയല്ലേ? ഇതൊന്നും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? അത്തരമൊരാളെ തന്നെ പാലക്കാട്ടെ ജനങ്ങളുടെ മേലെ കെട്ടിവെക്കാൻ. ശരി, പക്ഷെ അതൊന്നും ആരും മറന്നിട്ടില്ല അനിൽകുമാർ. ഇവിടെ രാഹുലിനെതിരെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഷാഫിക്കെതിരെ അങ്ങനെ ഒരു വെളിപ്പെടുത്തലോ പരാതിയോ ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു അധിക്ഷേപം നടത്താൻ പാടുണ്ടോ? അല്ല, നമ്മുടെ ആദ്യമായിട്ട് ഇത് വെളിപ്പെടുത്തിയ ആള് തനിക്കൊരു അശ്ലീല സന്ദേശം അയച്ചു, പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് കിടപ്പറ പങ്കിടാൻ ക്ഷണിച്ചു എന്നൊക്കെ പറയുന്നത് പിന്നെ ആരെക്കുറിച്ചാണ്? ഷാഫിയെ കുറിച്ചാണെന്നാണോ? അല്ല, ഷാഫിയെ കുറിച്ചല്ലല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചല്ലേ പറയുന്നത്. ഹു കെയർസ് ഇറ്റ്? അല്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിന്റേതെന്നാണല്ലോ പറയുന്നത്. ഇവിടെ വിഷയം ഷാഫി പറമ്പിലിനെതിരെ ഉയർന്നുവന്ന അധിക്ഷേപമാണല്ലോ. അത്തരമൊരു വ്യക്തിയെ പിൻഗാമിയാക്കി അവിടെ നിയമിച്ചയാൾക്ക് ഉത്തരവാദിത്വം ഇല്ലേ? ഒരു ഉത്തരവാദിത്വം വേണ്ടേ? അല്ല, അദ്ദേഹം പരിശുദ്ധനും പവിത്രനുമാണ്, പിൻഗാമി വഴച്ചുപോയി എന്നാണോ കോൺഗ്രസിന്റെ വാദം? അവര് പറയട്ടെ, അവര് മറുപടി പറയട്ടെ. ഹലോ, ശരി, പക്ഷേ താങ്കൾ പറയുന്നതിനൊരു ന്യായീകരണമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഷാഫി പറമ്പിലായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതും അവിടെ പാലക്കാടേക്ക് കൊണ്ടുവന്നതും. അതുകൊണ്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ കാര്യങ്ങളിൽ കൂട്ടുകച്ചവടമാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? അല്ല, എന്ത് ചോദ്യമല്ല, ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവ വിശേഷത്തെ കുറിച്ച് അവരോട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പരാതിപ്പെട്ടിരുന്നു, പ്രതിപക്ഷ നേതാവിനോടും ഷാഫി പറമ്പിലിനോടും. പരാതികളിലാണല്ലോ കോൺഗ്രസ് നടപടിയെടുത്തത്. അതിനർത്ഥം എന്താണ്? അങ്ങനെ ഒരാളെ പാലക്കാട്ടെ നാട്ടുകാരുടെ മേലെ കെട്ടിയേൽപ്പിച്ചവർക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ? പിൻഗാമിയായി വാഴിക്കുക. പിൻഗാമി, ഈ പിൻഗാമിവാദം എപ്പോ തുടങ്ങിയതാ? വടകരയിൽ ജയിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ പിൻഗാമിവാദമാണ്. വടകര ജയിക്കുന്നതിന് മുന്നേ പിൻഗാമിയെ തീരുമാനിച്ചു പാലക്കാട്. ഇതൊന്നും അറിയാത്ത കാര്യങ്ങളാണോ? ഈ പിൻഗാമി രാഷ്ട്രീയത്തിൽ തന്നെ ഇത്തരം ബന്ധത്തിലുണ്ട്, അവിശുദ്ധ ബന്ധത്തിലുണ്ട്, ജനാധിപത്യപരമായ തീരുമാനമായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇത് ഗുരുതരമായ പരാമർശമാണ് അനിൽകുമാർ. വേണമെങ്കിൽ ഷാഫി പറമ്പിലിന് കേസ് ഫയൽ ചെയ്യാം എൻ സുരേഷ് ബാബുവിനെതിരെ. ഞാനിത് ആദ്യമേ തന്നെ പറഞ്ഞിട്ട്, വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിൽ പരാമർശമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. രാഷ്ട്രീയപരമായ ബാധ്യതയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ആ ബാധ്യതയുടെ വർഷം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെ കൃത്യമായിട്ട് പറയാം, ആ ബാധ്യത ഈ തരത്തിൽ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുറന്നു വ്യക്തമാക്കണം. ഇപ്രകാരം ഒരു പരാതി അദ്ദേഹത്തെ കുറിച്ച് കിട്ടിയിരുന്നു, പാലക്കാട് MLA ആയ വ്യക്തിയെ കുറിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കുന്ന മുമ്പ് കിട്ടിയിരുന്നുവെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. അത് ചെവിക്കൊണ്ടില്ല എന്നും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. പ്രതിപക്ഷ നേതാവും ചെവിക്കൊണ്ടില്ല. അങ്ങനെയെല്ലാം ചെയ്ത് ഇവരെ സ്ഥാനാർത്ഥിയാക്കി ഈ പരുവത്തിലേക്ക് പാലക്കാട്ടെ ജനങ്ങളെ അപമാനത്തിന്റെ അനിൽകുമാർ, എൻ സുരേഷ് ബാബു പറഞ്ഞത് ഇങ്ങനെയാണ്: ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കും. കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ്. കാണ്ടാമൃഗത്തേക്കാൾ തൊലിക്കട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. അതുപോലെ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് വ്യക്തിപരമായ അധിക്ഷേപമല്ലേ? എന്തടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞു? അല്ല, നമുക്കൊരു അധിക്ഷേപത്തിന്റെ ആവശ്യമില്ല. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതിലെ അധിക്ഷേപമാണ് എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? പറഞ്ഞ വാക്കുകൾ അല്ലല്ല, ഞാൻ പറയട്ടെ. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നാട്ടുകാർക്ക് മുന്നിൽ ഉത്തരവാദിത്തമില്ലാതെ ഒളിച്ചിരിക്കരുത്. ഇന്നലെ നിങ്ങളെല്ലാം കൂടെ കൂടി അവിടെ ചെന്നു.
എന്നിട്ടും ആ ശബ്ദം തന്റേതല്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് വിഷയം തീരുമല്ലോ.